Hello all, this is Justin P. James. Welcome to another video. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻകം ടാക്സിലെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന പോർഷനാണ് കവർ ചെയ്യാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. As you all know, according to section 14, there are 5 heads of income. Income from salary, income from house property, income profit and gains of business and profession, capital gains and income from other sources. Section 14 ഇല്ലേ, സെക്ഷൻ 14 വളരെ എളുപ്പമാണ് അത് പഠിച്ചു വെക്കുവാനും. സെക്ഷൻ 14 1 + 4 is 5 ഇല്ലേ, 5 ഹെഡ്സ് ഓഫ് ഇൻകം കവർ ചെയ്യുന്നത് അല്ലെങ്കിൽ 5 ഹെഡ്സ് ഓഫ് ഇൻകത്തിനെ പറ്റി പറയുന്നത് സെക്ഷൻ 14ലാണ്. അതിലെ രണ്ടാമത്തെ ഹെഡ് ഓഫ് ഇൻകം ആണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. സോ ആ ഒരു പോർഷനാണ്, കുറച്ച് പോർഷനാണ് നമ്മൾ കവർ ചെയ്യുന്നത്. നമ്മൾ ഇന്ന് കവർ ചെയ്യാനായിട്ടൊക്കെ പോകുന്നത് അല്ലെങ്കിൽ ഈ ഒരു സീരീസിൽ നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത് ബേസിസ് ഓഫ് ചാർജസ്, ഡീംഡ് ഓണർഷിപ്പ് എന്നാൽ എന്താണ്, ഇതിന് എന്തൊക്കെ എക്സംഷനുകളുണ്ട്, ആനുവൽ വാല്യൂ ഡിറ്റർമൈൻഡ് ഇൻ വേരിയസ് കേസസ്, ഡിഡക്ഷൻസ് എന്തൊക്കെയാണ്, ട്രീറ്റ്മെന്റ് ഓഫ് അൺറിയലൈസ്ഡ് റെന്റ് എങ്ങനെയാണ്, റിക്കവറി ഓഫ് അൺറിയലൈസ്ഡ് റെന്റ് ആൻഡ് അരിയർ ഓഫ് റെന്റ്, ആൻഡ് ഫൈനലി കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇത്രയും പോർഷനുകളാണ് നമുക്ക് ഈ ഒരു സീരീസ് കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളത്. സോ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ പ്രധാനമായിട്ടും ഇത്രയും സെക്ഷനുകളാണ് ഉള്ളത്. അതിൽ സെക്ഷൻ 22 എന്ന് പറയുന്നത് ചാർജിങ് സെക്ഷനാണ്. അതായത് ഈ സെക്ഷനിലാണ് ഏതൊക്കെയാണ് ഇൻകം, ഏതിലൊക്കെയാണ് ടാക്സ് ചുമത്തേണ്ടിയത് എന്നുള്ള കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെ ഒരു സെക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു മുഴുവൻ ഹെഡ് ഓഫ് ഇൻകം അല്ലെങ്കിൽ ഈ മുഴുവൻ ചാപ്റ്ററും നമുക്ക് ഉണ്ടാവുകയില്ലായിരുന്നു. സോ ചാർജിങ് സെക്ഷൻ ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ഇൻ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഓർ ഇൻ ഇൻകം ടാക്സ്. സെക്ഷൻ 23ൽ എന്താണ് പറയുന്നത്? കമ്പ്യൂട്ടേഷൻ ഓഫ് ആനുവൽ വാല്യൂ. ഹൗ വിൽ വി കമ്പ്യൂട്ട് ദി ആനുവൽ വാല്യൂ ഫോർ ഹൗസ് പ്രോപ്പർട്ടി? പെട്ടെന്ന് ഒരു ഹൗസ് പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്താണ്? റെന്റ് എന്നുള്ളതാണ് അല്ലേ? പക്ഷെ റെന്റ് എന്നുള്ളത് മാത്രമല്ല, പിന്നെ എന്താണ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പഠിക്കും. സെക്ഷൻ 24ല് ഡിഡക്ഷനുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. നമുക്ക് ചില ഡിഡക്ഷനുകൾ കിട്ടും. പ്രധാനമായിട്ടും 2 ഡിഡക്ഷനുകളാണ് നമുക്ക് കിട്ടുന്നത്. ഫസ്റ്റ് വൺ ഈസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ. ക്ലിയർ ആണല്ലോ? യെസ് സാർ. 25A സെക്ഷനിൽ പറയുന്നത് റിക്കവറി ഓഫ് അൺറിയലൈസ്ഡ് റെന്റ് ഓർ അരിയർ ഓഫ് റെന്റ്. അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയുള്ളതാണ് അവിടെ പറയുന്നത്. സെക്ഷൻ 26ലാണെങ്കിൽ കോ ഓണർഷിപ്പ് ആണ് എന്നെങ്കിൽ എങ്ങനെയായിരിക്കും അതിന്റെ ട്രീറ്റ്മെന്റ് അല്ലേ? ഒരു ഹൗസ് പ്രോപ്പർട്ടി ചിലപ്പം ഒരാൾ മാത്രമായിരിക്കണമെന്നില്ല ഓൺ ചെയ്യുന്നത്. അതിൽ 2 or 3 പേര് കൂടി ചേർന്നിട്ടായിരിക്കാം ചിലപ്പോൾ ഒരു ഹൗസ് പ്രോപ്പർട്ടി. അങ്ങനെയെങ്കിൽ അതിന്റെ ഇൻകം എങ്ങനെയായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എങ്ങനെയായിരിക്കും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളായിരിക്കും അവിടെ പറയുന്നത്. ലാസ്റ്റ് സെക്ഷൻ ഡീംഡ് ഓണർ ടു സെക്ഷൻ 27. ഹൂ ഈസ് നോൺ ടു ബി എ ഡീംഡ് ഓണർ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ അവിടെ കാൽക്കുലേറ്റ് അല്ലെങ്കിൽ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സെക്ഷനുകളാണ് നമുക്കുള്ളത്. എന്തെങ്കിലും മനസ്സിലാകാത്തതുണ്ടോ? ഇല്ല സാർ, ക്ലിയർ. ഓക്കെ. സോ അതിൻ്റെ ഒരു ഫോർമാറ്റ് ആണ് നമ്മളിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഗ്രോസ് ആനുവൽ വാല്യൂ എല്ലാം വെച്ചിട്ട് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എങ്ങനെ കാണാമെന്നുള്ള ഫോർമാറ്റ് ആണ് നമ്മളിപ്പം കാണിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് അതിനകത്ത് വേണ്ടിയ കാര്യങ്ങൾ? ആദ്യമായിട്ട് ഇതിന്റെ ഗ്രോസ് ആനുവൽ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനുണ്ട് ഇല്ലേ? അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ അക്കോർഡിംഗ് ടു സെക്ഷൻ 23 പ്രകാരം ഗ്രോസ് ആനുവൽ വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് പഠിക്കണം. ഒന്ന്, അതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം? മുനിസിപ്പൽ ടാക്സുകളുള്ളത് നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇല്ലേ? എന്ത് കുറയ്ക്കാം? മുനിസിപ്പൽ ടാക്സ്, ലോക്കൽ ഗവൺമെന്റുകൾ ഏർപ്പെടുത്തുന്ന അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റീസ് ഏർപ്പെടുത്തുന്ന ചില ടാക്സുകളുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് ലെസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കിട്ടുന്നതാണ് എന്ത് പറയുന്നത്? നെറ്റ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. നെറ്റ് ആനുവൽ വാല്യൂ അല്ലേ? ഈ ഗ്രോസും നെറ്റും തമ്മിലുള്ള വ്യത്യാസം ചിലർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. അതായത് നല്ലൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഗ്രോസ് എന്ന് പറയുന്നത് മുഴുവൻ തുകയും, നെറ്റ് എന്ന് പറയുന്നത് അല്ലറ ചില്ലറ എക്സ്പെൻസുകൾ കളഞ്ഞിട്ടുള്ള ബാക്കി തുകയുമാണ് നമ്മൾ നെറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു AVTയുടെ തേയില മേടിക്കാൻ പോയി കഴിഞ്ഞാൽ അതിൽ എഴുതിയിരിക്കുന്ന വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നെറ്റ് വെയിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്.
നെറ്റ് വെയിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഗ്രോസ് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ളിലെ തേയിലയുടെയും അല്ലേ, ഇതിനുള്ളിൽ കുറച്ച് തേയില ഇരിപ്പുണ്ട്, അതിൻ്റെയും ആ പ്ലാസ്റ്റിക് കവറിൻ്റെയും കൂടെ വെയിറ്റിനെ നമുക്ക് ഗ്രോസ് വെയിറ്റ് എന്ന് നമുക്ക് പറയാം. മുഴുവനും കൂടെ ഉള്ള വെയിറ്റ്. നെറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലാസ്റ്റിക്കിനുള്ളിൽ ആക്ച്വലി തേയില എത്രയുണ്ടോ ഇല്ലേ, ആക്ച്വലി നമുക്ക് വേണ്ടിയ കാര്യം ഇല്ലേ, തേയിലയുടെ മാത്രം വെയിറ്റിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നെറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് ഇല്ലേ. അപ്പം ബാക്കിയുള്ള അല്ലറ ചില്ലറ വേണ്ടാത്ത സാധനങ്ങളെല്ലാം മാറ്റി ബാക്കി നമ്മുടെ കയ്യിൽ എന്തോ ഉണ്ട്. സോ ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്നും ഇതേപോലുള്ള എക്സ്പെൻസുകൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നെറ്റ് ആനുവൽ വാല്യൂ നമുക്ക് കിട്ടും. യെസ് സർ. അത് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഡിഡക്ഷനുകൾ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നത്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്. എത്രയാണ്, ഈ കിട്ടുന്ന നെറ്റ് ആനുവൽ വാല്യൂവിന്റെ 30% ഒക്കെ ഡയറക്റ്റ് എന്ത് ചെയ്യാം, കുറയ്ക്കാം. വേറെ ഒരു കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. വി ക്യാൻ ഡിഡക്ട് 30% ഡയറക്ട്ലി ഫ്രം നെറ്റ് ആനുവൽ വാല്യൂ. യെസ് സർ. അതേപോലെ മറ്റെന്ത് കാര്യമാണ് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നത്, ഇറ്റ് ഈസ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ. അടുത്ത കുറയ്ക്കാൻ പറ്റുന്ന കാര്യമാണ് എന്താണ്, ഇൻട്രസ്റ്റ് ഓൺ ലോണും നമുക്ക് കുറയ്ക്കാം. നമുക്കറിയാം വീട് കൺസ്ട്രക്ഷൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ലോണുകൾ എടുക്കാറുണ്ട് ഇല്ലേ, അതിന് നമ്മൾ എന്ത് അടയ്ക്കാറുണ്ട്, പലിശകളും അടയ്ക്കാറുണ്ട്. ആ പലിശ നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാം. യെസ് സർ. അതും കൂടെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്, നെറ്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. സിമ്പിൾ ആണ്. ഓക്കെ സാർ. അങ്ങനെയെങ്കിൽ എന്താണ് പ്രോപ്പർട്ടി എന്നുള്ളത് ആദ്യം നമ്മളൊന്ന് മനസ്സിലാക്കണം ഇല്ലേ. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ എന്താണ് പ്രോപ്പർട്ടി എന്നുള്ളതൊക്കെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. സോ പ്രോപ്പർട്ടി കൺസിസ്റ്റ് ഓഫ് എനി ബിൽഡിംഗ് ഓർ ലാൻഡ്സ് അപ്പർട്ടനന്റ് thereto അല്ലേ. ഏതെങ്കിലും ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ലാൻഡ് അപ്പർട്ടനന്റ് thereto, വിച്ച് മീൻസ് ഞാനൊരു ഉദാഹരണം പറയാം. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലിരുന്ന് എൻ്റെ കൂട്ടുകാരൻ എന്നെ വിളിച്ചു, ജസ്റ്റിനെ നീ എവിടെയാ? ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലാണ്. ഞാൻ കുറച്ച് നേരം പുറത്തേക്ക് ഇറങ്ങി എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ഗാർഡൻ ഉണ്ട്. ഓക്കെ, എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ഗാർഡൻ ഉണ്ട്. അവിടെ നിന്നുകൊണ്ടാണ് ഞാൻ ഫോൺ ചെയ്തത്. അപ്പോഴാണ് എന്നോട് ചോദിച്ചത്, ജസ്റ്റിന് നീ എവിടെയാണ്? ഞാൻ പറഞ്ഞു എടാ ഞാൻ വീട്ടിലാണെന്നാണ് പറയുന്നത് ഇല്ലേ. നമ്മളെല്ലാവരും അങ്ങനെയാണ് പറയുന്നത്, അല്ലാതെ ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലെ ഗാർഡനിലാണ് എന്നല്ല പറയുന്നത് ഇല്ലേ. അപ്പം ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിനോട് ചുറ്റിപ്പറ്റി കിടക്കുന്ന സ്ഥലത്തിനെ എല്ലാം നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, പ്രോപ്പർട്ടി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഹൗസ് പ്രോപ്പർട്ടി എന്ന് നമുക്ക് ഡയറക്റ്റ്ലി പറയാനെ കൊണ്ട് പറ്റും. യെസ് സാർ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഏതെങ്കിലും വലിയ ഒരു ഗ്രൗണ്ടിന്റെ മൂലയ്ക്ക് ഒരു വീടുണ്ടെങ്കിൽ അത് വീടിന്റെ സ്ഥലമാണെന്ന് പറയാൻ പറ്റത്തില്ല ഇല്ലേ. ഇത് സ്ഥലത്തോട് ചേർന്ന് കിടക്കുന്ന വീടാണ്, ഇത് വീടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമല്ല ഇല്ലേ. അത് രണ്ടും തമ്മിൽ എന്തുണ്ട്, വ്യത്യാസം ഉണ്ട്. സോ a property consists of any building or land appurtenant thereto. Second thing, of which the assessee is the owner. ആരായിരിക്കണം ഓണർ എന്ന് പറയുന്നത്? എൻ്റെ വീടിൻ്റെ ഓണർ അല്ലെങ്കിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എൻ്റെ പേരിൽ ഞാൻ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ ഓണർ ആരായിരിക്കണം? ഞാൻ തന്നെ ആയിരിക്കണം. ഓഫ് വിച്ച് ദ assessee is the owner. യെസ് സർ. മൂന്നാമത്തേത്, which is not used for the purpose of assessee's business or profession. എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല? ബിസിനസ്സിനോ പ്രൊഫഷനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല ആ ഹൗസ് പ്രോപ്പർട്ടി. അങ്ങനെ ചെയ്തിട്ട് ബിസിനസ്സിൻ്റെ പ്രൊഫഷൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ഇൻകം അറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന അണ്ടറിൽ വരത്തില്ല, ബിസിനസ് ആൻഡ് പ്രൊഫഷനിലേക്കേ പോകത്തുള്ളൂ. അതുകൊണ്ട് ബിസിനസ്സിന് വേണ്ടിയിട്ടോ പ്രൊഫഷന് വേണ്ടിയിട്ടോ ആണ് ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ നെവർ മൈൻഡ്, അത് നമ്മൾ നോക്കാനേ പോകണ്ട. യെസ് സാർ. ഇനി ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്തിന് മുകളിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി നമ്മൾ പെട്ടെന്ന് മനസ്സിൽ വരുന്നത് എന്തായിരിക്കും? റെന്റ് എന്നുള്ള കാര്യമായിരിക്കും ഓർക്കുന്നത് ഇല്ലേ. അപ്പൊ എന്താണെന്ന് നമുക്ക് നോക്കാം. The income is computed on the basis of annual value of building and land appurtenant thereto. So the income is computed on the basis of annual value of buildings and land appurtenant thereto ഇല്ലേ. land appurtenant thereto. അതായത്
ഹൗസ് പ്രോപ്പർട്ടിയുടെ ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് ഇറ്റ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് ആനുവൽ വാല്യൂ. ആനുവൽ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ സാർ, നോട്ട് ഓൺ ഇറ്റ്സ് റെന്റൽ ഇൻകം. എന്തിനെ ബേസ് ചെയ്തിട്ടല്ല? റെന്റൽ ഇൻകത്തിനെ ബേസ് ചെയ്തിട്ട് അല്ല. അതൊരു വിചിത്രമായ കാര്യമാണല്ലോ സാർ. അപ്പൊ പിന്നെ എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ സാർ. മൂന്നാമത് ശ്രദ്ധിക്കേണ്ടത്, ദി അസസി ഷുഡ് ബി ദ ഓണർ ഓഫ് ദി ഹൗസ് പ്രോപ്പർട്ടി. ഓണർ ആരായിരിക്കണം? അസസി ആയിരിക്കണം. ഓണർ എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് ഓണർ എന്ന് പറയുന്നത്? ദ ഫസ്റ്റ് വൺ ഈസ് എ പേഴ്സൺ ഇൻ ഹൂസ് നെയിം ദ പ്രോപ്പർട്ടി ഈസ് രജിസ്ട്രേഡ്. ആരുടെ പേരിലാണോ ആ ബിൽഡിംഗ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന് എനിക്ക് എന്തെന്ന് പറയാം? ഓണർ എന്ന് പറയാം. സാർ, അത് ഞങ്ങൾക്കും അറിയാമല്ലോ. യെസ്. രണ്ടാമത് എന്താണ്? ഇൻ കേസ് ഓഫ് മോർഗേജ് ഇറ്റ് ഈസ് ദി മോർഗേജർ നോട്ട് ദി മോർഗേജി. ഞാൻ എൻ്റെ വീട് ഞാൻ പണയത്തിന് വെച്ചു, SBI ബാങ്കിൽ പണയത്തിന് വെച്ചു. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഓണർ SBI ബാങ്ക് അല്ല, ഞാൻ തന്നെ ആയിരിക്കും. ഓക്കെ. ഇൻ കേസ് ഓഫ് മോർഗേജ് ഇറ്റ് ഈസ് എ മോർഗേജർ നോട്ട് ദി മോർഗേജി. യെസ് സർ. ഓക്കെ. ഡീംഡ് ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് സർ? ഡീംഡ് ഓണർ എന്ന് പറയുന്നൊരു ടൈം നമ്മൾ ആദ്യം പഠിച്ച ആരാണ് ഡീംഡ് ഓണർ? നമുക്കറിയാം, വേറൊരാൾക്ക് വേണ്ടിയിട്ട് വേറൊരാൾ ടാക്സ് അടയ്ക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡീംഡ് ഓണർ എന്ന്, അല്ലെങ്കിൽ ഡീംഡ് അസസി എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. അതേപോലെ തന്നെയാണ് ഡീംഡ് ഓണർ. ആരാണ് ഡീംഡ് ഓണർ? താഴെ പറയുന്ന ആൾക്കാരൊക്കെയാണ് ഡീംഡ് ഓണർ. ആരൊക്കെയാണ്? ഒന്ന്, ഹൗസ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർഡ് ടു സ്പൗസ് വിത്തൗട്ട് adequate കൺസിഡറേഷൻ ഓർ ടു മൈനർ ചൈൽഡ്. എൻ്റെ ടോട്ടൽ ഇൻകം എടുത്ത് നോക്കിയപ്പോൾ 3 ലക്ഷം രൂപ വരുന്നുണ്ട്. എൻ്റെ ടോട്ടൽ ഇൻകം നോക്കിയപ്പോൾ 3 ലക്ഷം രൂപ വരുന്നുണ്ട്. അതിൽ 1 ലക്ഷം രൂപയും എവിടെ നിന്നാണെന്നറിയാമോ? 1 ലക്ഷം രൂപയും ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നാണ്. അപ്പൊ നമുക്കറിയാം 2,50,000 രൂപയ്ക്ക് മുകളിലേക്ക് ഇൻകം പോയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടാക്സിബിൾ. ഞാൻ എന്ത് ചെയ്തു? വലിയ ബുദ്ധി കാണിച്ചു സർക്കാരിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. ഈ ഹൗസ് പ്രോപ്പർട്ടി ഞാൻ എൻ്റെ വൈഫിൻ്റെ പേരിലേക്ക് മാറ്റി. അപ്പം ആ ഇൻകം ആരുടേതായി? വൈഫിൻ്റെതായി. എനിക്ക് 2 ലക്ഷം രൂപയുമേ ഉള്ളൂ ഇൻകം, എനിക്ക് ടാക്സ് അടയ്ക്കണ്ടായല്ലോ എന്ന് വിചാരിച്ചു. ആൻഡ് ഐ ട്രാൻസ്ഫേർഡ് ദി ഹൗസ് പ്രോപ്പർട്ടി വിത്തൗട്ട് എനി adequate കൺസിഡറേഷൻ. adequate കൺസിഡറേഷൻ ഇല്ലാതെയാണ് ഞാൻ എന്ത് ചെയ്തത്? അത് ഞാൻ ട്രാൻസ്ഫർ ചെയ്തത്. adequate കൺസിഡറേഷൻ ഇല്ലാതെയാണ് ഞാൻ ട്രാൻസ്ഫർ ചെയ്തത്. അതുകൊണ്ട് അതിൻ്റെ ഓണർ ആര് തന്നെ ആയിരിക്കും? ഈ ഞാൻ തന്നെ ആയിരിക്കും. ആ 1 ലക്ഷത്തിന് ആര് തന്നെ ടാക്സ് കൊടുക്കണം? ഞാൻ തന്നെ ടാക്സ് കൊടുക്കേണ്ടി വരും. The burden of taxation will be fall under my shoulder. Yes sir. രണ്ടാമത് ആരെയാണ് പറയുന്നത്? ഹോൾഡർ ഓഫ് ആൻ ഇംപാർഷ്യൽ എസ്റ്റേറ്റ്. ഹോൾഡർ ഓഫ് ആൻ ഇംപാർഷ്യൽ എസ്റ്റേറ്റ്. ഒരു പ്രോപ്പർട്ടി, ഓക്കെ, നടുക്ക് ഒരു രാജകൊട്ടാരവും ഒക്കെ ഉണ്ട്. നടുക്കൊരു രാജകൊട്ടാരവും കാര്യങ്ങളും ഒക്കെയാണ്. ഓക്കെ, വലിയൊരു രാജാവിൻ്റെ സ്ഥലമാണ്, രാജകൊട്ടാരവും കാര്യങ്ങളൊക്കെയാണ്. അതിന് ചുറ്റിന് കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആരുടെയൊക്കെയാണ് സ്ഥലം എന്നൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? വേർതിരിച്ചറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇവിടെ അതിൻ്റെ ഓണറായിട്ട് ആരെ നമ്മൾ കൺസിഡർ ചെയ്യും? അവിടെയുള്ള രാജാവ് ആരാണോ അദ്ദേഹത്തെ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ ഓണറായിട്ട് സങ്കല്പിക്കും. ഫോർ എക്സാമ്പിൾ, ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ ആണ്. ദ ഹോൾഡർ ഓഫ് ആൻ ഇംപാർഷ്യൽ എസ്റ്റേറ്റിനെ നമുക്ക് എന്ത് പറയാം? ഡീംഡ് ഓണർ എന്നും നമുക്ക് പറയാം. ഈ സ്ഥലത്തുങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? വേർതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇതിന്റെ മുഴുവൻ ഹോൾഡറിനെയും കൂടെ നമുക്ക് എന്ത് പറയാൻ പറ്റും?
ഡീംഡ് ഓണർ എന്ന് പറയാൻ പറ്റും. യെസ് സർ. മൂന്നാമത് ആരെ പറ്റിയിട്ടാണ് പറയുന്നത്? എ മെമ്പർ ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി, കമ്പനി ഓർ ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ടു ഹും എ ബിൽഡിംഗ് ഓർ ഇറ്റ്സ് പാർട്ട് ഈസ് അലോട്ടഡ്. സർ മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു ബിൽഡിംഗ് പണിത് തരാൻ അല്ലെങ്കിൽ ഒരു വില്ല പോലെ പണിത് തരാം എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾ എല്ലാവരും ഒരു 10 ലക്ഷം രൂപ വെച്ചിട്ട് എനിക്ക് തരുവാനും ഞാൻ പറയുന്നു. ആരും എനിക്ക് പൈസ തരാൻ പോകുന്നില്ല. ആർക്കും എന്നെ വിശ്വാസം കാണത്തില്ല. ഓഫ് കോഴ്സ് സാർ. അപ്പം ഞാൻ പറയും, ഞാനൊരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി പോലെ രൂപീകരിക്കുകയാണ്. അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? 10 ലക്ഷം രൂപ വെച്ച് നിക്ഷേപിക്കുക, ഡെപ്പോസിറ്റ് ചെയ്യുക. Eventually they become the members of the cooperative society. Okay sir, sounds good. കുറച്ചും കൂടെ അത് ലീഗലാണ് ഇല്ലേ? കുറച്ചുകൂടെ പേപ്പർ വർക്കുകളുണ്ട്, ലീഗലാണ് കുറച്ചും കൂടെ സംഗതി. ഓക്കെ സാർ. അങ്ങനെ ഞാൻ ബിൽഡിങ്ങുകളുടെ പണി തീർത്തിട്ട് ഞാൻ ആ ഹൗസുകൾ എന്ത് ചെയ്യുന്നു? ഓരോ മെമ്പർക്കും അലോട്ട് ചെയ്യുന്നു. അതായത് ഇവിടെ പൈസ നിക്ഷേപിച്ച ഓരോരുത്തരും ആരായിട്ട് മാറി? മെമ്പേഴ്സ് ആയിട്ട് മാറി. ഞാൻ അവർക്ക് വീടുകൾ അലോട്ട് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ അവരെ എനിക്ക് എന്ത് പറയാം? ഡീംഡ് ഓണർ എന്ന് പറയാം. സോ എ മെമ്പർ ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി, കമ്പനി ഓർ ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ടു ഹും എ ബിൽഡിംഗ് ഓർ ഇറ്റ്സ് പാർട്ട് ഈസ് അലോട്ടഡ്. യെസ് സർ. 4. A person who is allowed to retain possession of any building in part performance of a contract. ഞാനൊരു എഞ്ചിനീയർ ആണെന്ന് കരുതുക. ഞാൻ ഒരാൾക്ക് ഒരു ബിൽഡിംഗ് പണിത് കൊടുത്തു. 4 നിലയുള്ള ഒരു ബിൽഡിംഗ് ആണ്. 4 നിലയുള്ള ഒരു ബിൽഡിംഗ് ആണ്. ഇതിന്റെ മൊത്തം കൺസ്ട്രക്ഷന് 4 കോടി രൂപയായി. 4 CR ആയിട്ടുണ്ട്. എനിക്ക് 3 CR കിട്ടി. ഇനി 1 CR കൂടെ കിട്ടാനുണ്ട്. 1 കോടി രൂപയും കൂടെ നമുക്ക് കിട്ടാനുണ്ട്. അപ്പം ഇതിന്റെ മുതലാളി പറഞ്ഞു, ജസ്റ്റിനെ ഒരു കാര്യം ചെയ്യേണ്ട, 1 കോടി രൂപ എടുക്കാനില്ല, നീ ഒരു കാര്യം ചെയ്യ്, ഈ ടോപ്പ് ബിൽഡിംഗ് നീ അങ്ങ് സ്വന്തമായിട്ട് എടുത്തോളാൻ പറഞ്ഞു. ടോപ്പ് പോർഷൻ നീ സ്വന്തമായിട്ട് എടുത്തോ, എൻ്റെ ഈ പൈസ ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, വളരെയധികം സന്തോഷം. സോ എന്തെങ്കിലും ഒരു ഇൻകം ഇനി ഇവിടെ നിന്നും ഉണ്ടായാൽ, എന്തെങ്കിലും ഒരു ഇൻകം ഈ ഒരു പോർഷനിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയാൽ അത് ആരുടെ മുകളിലായിരിക്കും ടാക്സിബിലിറ്റി വരുന്നത്? എൻ്റെ മുകളിലായിരിക്കും. ഞാനാണ് അതെന്ത് ചെയ്യുന്നത്? പൊസസ് ചെയ്യുന്നത്. സോ ഐ വിൽ ബി നോൺ ആസ് ദി ഡീംഡ് ഓണർ ഓഫ് ദാറ്റ് പോർഷൻ ഓഫ് ദി ബിൽഡിംഗ്. So a person who is allowed to retain possession of any building or in part performance of a contract, അതിന്റെ ഓണർ ആരായിട്ട് മാറും? അല്ലെങ്കിൽ ഡീംഡ് ഓണർ ആരായിട്ട് മാറും? ഞാനായിട്ട് മാറും. ക്ലിയർ? യെസ് സർ. സർ ശരി, ബിൽഡിങ്ങിനൊക്കെ അല്ലെങ്കിൽ ഡീംഡ് ഓണറൊക്കെ കണ്ടുപിടിച്ചു നമ്മൾ. അപ്പോൾ ഈ ആനുവൽ വാല്യൂ എങ്ങനെയാണ് സത്യത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അത് ഇതുവരെ പറഞ്ഞില്ലല്ലോ. അതുണ്ടെങ്കിലേ നമുക്കത് കണക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളല്ലോ. എങ്ങനെയാണ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? പറഞ്ഞു തരാം. 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1, ഒരു ലെറ്റ് ഔട്ട് ബിൽഡിംഗ് ആണെങ്കിൽ, ലെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വാടകയ്ക്ക് കൊടുക്കുന്ന വീടുകളെയാണ് ലെറ്റ് ഔട്ട് എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ ചില ബിൽഡിങ്ങുകളുടെ മണ്ടയ്ക്ക് കാണാറുണ്ട് ടു ലെറ്റ്, വാടകയ്ക്ക് കൊടുക്കാൻ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ വാടകയ്ക്ക് കൊടുക്കുന്ന വീടിന്റെ കേസിൽ എങ്ങനെയാണ് ആനുവൽ വാല്യൂ? ഓക്കെ സാർ, പറഞ്ഞോട്ടെ സാർ, വി ആർ റെഡി. ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, ദ സം ഫോർ വിച്ച് ദ പ്രോപ്പർട്ടി മൈറ്റ് റീസണബിളി ബി എക്സ്പെക്റ്റഡ് ടു ബി ലെറ്റ് ഫ്രം ഇയർ ടു ഇയർ. സാധാരണ ഇത് എത്ര തന്നെയാണോ വാടകയ്ക്ക് കൊടുക്കാൻ സാധ്യതയുള്ളത് ആ ഒരു തുകയാകാം. എക്സ്പെക്റ്റഡ് റെന്റ് നമ്മൾ ഇനി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്മൾ വഴിയെ കണ്ടുപിടിക്കും. അങ്ങനെ ഒരു തുകയെ നമുക്ക് എന്തെന്ന് പറയാം? ആനുവൽ വാല്യൂ എന്ന് ചിലപ്പോൾ പറയാം. ഓർ ബി വേർ the property or any part of
property is let and actual rent received or receivable by the owner is excess of the sum referred to in A. നമ്മൾ പക്ഷേ ആക്ച്വൽ റെന്റ് മേടിച്ചപ്പോൾ മുകളിൽ പറഞ്ഞ എമൗണ്ടിനെക്കാട്ടിൽ കൂടുതലാണ്. നമ്മൾ ഇതുവരെ ഒരു 1,00,000 രൂപയാണ് ഒരു വർഷത്തേക്ക് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ ആക്ച്വൽ റെന്റ് കിട്ടിയപ്പോൾ 1,20 ഉണ്ട്. ആഹാ, അപ്പൊ ആക്ച്വൽ റെന്റ് എന്താണ്? മറ്റേ മുകളിൽ പറഞ്ഞതിനെക്കാട്ടിൽ കൂടുതലാണ്. അപ്പം എന്തായിരിക്കും ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്? ദ എമൗണ്ട് ഓഫ് റെന്റ് റിസീവ്ഡ് ഓർ റിസീവബിൾ. അപ്പൊ ആ കിട്ടിയ റെന്റിനെ നമുക്ക് എന്താന്ന് പറയാൻ പറ്റും? ആനുവൽ വാല്യൂ എന്ന് പറയാൻ പറ്റും. IC. ഓർ അല്ലെങ്കിൽ എന്തെന്ന് പറയാം? മൂന്നാമത്തെ സിറ്റുവേഷൻ, where the property or any part of the property is let and was vacant during the whole or any part of the previous year. കഴിഞ്ഞ വർഷം വേക്കന്റ് ആയിരുന്നു നമ്മുടെ ബിൽഡിംഗ്. ഒരു മാസമോ 2 മാസമോ അല്ലെങ്കിൽ ഒരു വർഷം മുഴുവനും വേക്കന്റ് ആയിരുന്നു. And owing to such vacancy, ഈ വേക്കൻസി കാരണം the actual rent received or receivable by the owner in respect thereof is less than the sum referred to in A. അതുകൊണ്ട് ഈ വേക്കൻസി ആയതുകൊണ്ട് നമ്മൾ തൊട്ട് മുകളിൽ എയിൽ പറഞ്ഞ എമൗണ്ടിനെക്കാട്ടിൽ കുറവാണ് നമുക്ക് ആക്ച്വൽ റെന്റ് കിട്ടിയത്. ആക്ച്വൽ റെന്റ് കുറയാൻ കാരണം എന്താണ്? സ്ഥലം വേക്കന്റ് ആയിരുന്നു, അതുകൊണ്ടാണ് ആക്ച്വൽ റെന്റ് കുറഞ്ഞത്. അങ്ങനെയെങ്കിൽ ദ എമൗണ്ട് സോ റിസീവ്ഡ് ഓർ റിസീവബിൾ, അങ്ങനെയെങ്കിൽ ആ കിട്ടിയ എമൗണ്ട് നമ്മൾ എഴുതിയാൽ മതി അല്ലേ? നമുക്ക് കിട്ടിയ എമൗണ്ടിനല്ല ടാക്സ് കൊടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പൊ എത്രയാണോ എമൗണ്ട് കിട്ടുന്നത് അതിന് നമ്മളങ്ങ് ടാക്സ് അടച്ചാൽ മതി. അതിനെ നമുക്ക് എന്ത് പറയാം? ആനുവൽ വാല്യൂ എന്ന് പറയാം. സർ, ഇത് കേട്ടിട്ട് ഭയങ്കര കൺഫ്യൂസിങ് ആണല്ലോ സാർ, അല്ലേ? ഇല്ലയോ? സാരമില്ല, ഞാൻ കുറച്ചും കൂടി ഷോർട്ടാക്കി പറയാം. So we have to consider 4 factors for determining annual value. 4 factors. First one is actual rent. Actual rent പേരിൽ തന്നെ ഉണ്ട് അതിന്റെ അർത്ഥം. എന്താണ് സാർ? സാറേ, ആക്ച്വലി നമുക്ക് കിട്ടുന്ന എത്രയാണോ റെന്റ് അതിനെയാണ് ആക്ച്വൽ റെന്റ് എന്ന് പറയുന്നത്. സാർ ഞങ്ങളോട് എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നത്? എളുപ്പമല്ലേ? എത്രയാണോ അതിന്റെ ഓണർക്ക് കിട്ടുന്ന ആക്ച്വൽ റെന്റ് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആക്ച്വൽ റെന്റ് എന്ന് പറയുന്നത്. യെസ് സാർ. ബി അല്ലെങ്കിൽ രണ്ടാമത്തേത് മുനിസിപ്പൽ വാല്യൂ. മുനിസിപ്പൽ വാല്യൂ, മുനിസിപ്പൽ എന്ന് കേട്ടാൽ തന്നെ നമുക്ക് അതിന്റെ അർത്ഥം ഏകദേശം മനസ്സിലാകും. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഗവൺമെന്റ് ഓർ ലോക്കൽ അതോറിറ്റി. യെസ് സാർ. അപ്പൊ ഇതേപോലെ ലോക്കൽ അതോറിറ്റിയോ ഗവൺമെന്റോ നിശ്ചയിച്ചിരിക്കുന്ന വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മുനിസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത്. അവർ ഡിറ്റർമൈൻ ചെയ്യും റെന്റ് എത്രയാണ് എന്നുള്ള രീതിയിൽ അവർ ഡിറ്റർമൈൻ ചെയ്യും. മുനിസിപ്പൽ വാല്യൂ. ഓക്കെ സാർ. മൂന്നാമത് ഫെയർ റെന്റൽ വാല്യൂ. ഫെയർ റെന്റ് വാല്യൂ, ദാറ്റ് ഈസ്, ഞാനിപ്പോൾ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഞാനൊരു വീട് വെച്ചു, വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണേ. തൊട്ടപ്പുറത്ത് വേറെ സെയിം പോലത്തെ വീട് 2-3 എണ്ണം ഉണ്ട്. അവിടെ എല്ലാവരും വീട് വാടകയ്ക്ക് എത്ര കൊടുക്കുന്നത് അറിയോ? 10,000 രൂപയ്ക്കാണ് വാടകയ്ക്ക് കൊടുക്കുന്നത്. അപ്പൊ പിന്നെ ഞാനും എത്ര ആയിരിക്കും കൊടുക്കുന്നത്? 10,000 രൂപയ്ക്ക് തന്നെ വാടകയ്ക്ക് കൊടുക്കും. ഫെയർ റെന്റൽ വാല്യൂ, എല്ലാവരും എത്രയാണോ കൊടുക്കുന്നത് ആ ഒരു റേറ്റിന് തന്നെ ഞാനും അങ്ങ് വീട് വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അതിനെ എനിക്ക് എന്ത് പറയാം? ഫെയർ റെന്റ് എന്ന് പറയാം. സ്റ്റാൻഡേർഡ് റെന്റ്, ലാസ്റ്റ് വൺ, സ്റ്റാൻഡേർഡ് റെന്റ്. എന്താണ് സ്റ്റാൻഡേർഡ് റെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഈ വീടിന് മാക്സിമം പോയാൽ എത്ര രൂപ വരെ കിട്ടത്തുള്ളൂ? 15,000 രൂപ വരെ നിങ്ങൾക്ക് വാടക കിട്ടും. അതിൽ കൂടുതലൊന്നും നിങ്ങൾ ചോദിക്കില്ല, അതിൽ കൂടുതലൊന്നും എന്തായാലും നിങ്ങൾക്ക് കിട്ടത്തില്ല. ഒരു സ്റ്റാൻഡേർഡ് വെക്കുക, അതിന് മുകളിലേക്ക് ഒരിക്കലും പോകത്തില്ല. സ്റ്റാൻഡേർഡ് റെന്റ്, സ്റ്റാൻഡേർഡ് റെന്റ്, സ്റ്റാൻഡേർഡ് റെന്റ് വെച്ചിരിക്കുക, അതിന് മുകളിലേക്ക് പോകത്തില്ല. മനസ്സിലായോ? യെസ് സാർ. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ 3 എണ്ണം, അതായത് മുനിസിപ്പൽ വാല്യൂ, ഫെയർ റെന്റൽ വാല്യൂ ആൻഡ് സ്റ്റാൻഡേർഡ് റെന്റ് ആർ ഡിറ്റർമൈൻഡ് ഓർ മെഷേർഡ് ഓർ കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ഇറ്റ് ഈസ് ഓൺ ആനുവൽ ബേസിസ്. എന്ത് ബേസിസിലാണിത്? ആനുവൽ ബേസിസിലായിരിക്കും ഈ 3 കാര്യങ്ങളും നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. While actual rent is determined on the basis of monthly basis.
മന്ത്ലി ബേസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആക്ച്വൽ റെന്റിനെ നമ്മൾ കാണുന്നത്. മുനിസിപ്പൽ വാല്യൂ, ഫെയർ റെന്റൽ വാല്യൂ ആൻഡ് സ്റ്റാൻഡേർഡ് റെന്റ് എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, ഒരു ആനുവൽ വാല്യൂ, ഒരു വർഷത്തേക്ക് ഇത്രയാണെന്നുള്ളതായിരിക്കും നമ്മളവിടെ അതിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ സാർ. ഇനി എങ്ങനെയാണ് ആനുവൽ വാല്യൂ അല്ലെങ്കിൽ ഗ്രോസ് ആനുവൽ വാല്യൂ കാണുന്നതെന്ന് പറയാം. സാർ സാമ്പാർ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം പറഞ്ഞു, പക്ഷെ ഇനി എങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് പറയാം. ഗ്രോസ് ആനുവൽ വാല്യൂ കാണാനുള്ള ഫാക്ടേഴ്സിനെ പറ്റി പറഞ്ഞു, പക്ഷെ അത് വെച്ചിട്ട് എങ്ങനെയാണ് ഗ്രോസ് ആനുവൽ വാല്യൂ കാണുന്നത് പറയാം. ഫസ്റ്റ്, ഫെയർ റെന്റൽ വാല്യൂ ആൻഡ് മുനിസിപ്പൽ വാല്യൂ ഉണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു നമുക്ക് ഫെയർ റെന്റൽ വാല്യൂ ഉണ്ട്, മുനിസിപ്പൽ വാല്യൂ ഉണ്ട്. ഇത് രണ്ടുമായിട്ട് കമ്പയർ ചെയ്തതിന് ശേഷം വിച്ച് എവർ ഈസ് ഹയർ, ഏതാണോ ഹയർ ആയിട്ടുള്ള എമൗണ്ട്, അതിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, എക്സ്പെക്റ്റഡ് റെന്റ് എന്ന് പറയാം, ഇല്ലെങ്കിൽ റീസണബിൾ റെന്റ് എന്ന് നമുക്ക് പറയാം, ഇല്ലെങ്കിൽ ഫെയർ റെന്റൽ വാല്യൂ 1 എന്ന് നമുക്ക് പറയാം. ഫെയർ റെന്റൽ വാല്യൂ നമുക്ക് കിട്ടുന്നത് 100ഉം മുനിസിപ്പൽ വാല്യൂ 120 ആണെങ്കിൽ ഹയർ ഏതാണ്, 120 ആണ്. അതിന് നമുക്ക് എന്തെന്ന് പറയാം, എക്സ്പെക്റ്റഡ് റെന്റ് എന്ന് പറയാം, 120. ഓക്കെ സാർ, കമ്പയർ ചെയ്ത് വലുത് ഏതാണോ അതെടുത്തു. ഓക്കെ, അടുത്തത് അതും ഏതുമായിട്ട് കമ്പയർ ചെയ്യും, സ്റ്റാൻഡേർഡ് റെന്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യണം. സ്റ്റാൻഡേർഡ് റെന്റുമായിട്ട് കമ്പയർ ചെയ്യണം. ആൻഡ് വിച്ച് എവർ ഈസ് ലെസ്, ഏത് എമൗണ്ട് ആണോ ചെറുത്, നമുക്കറിയാം സ്റ്റാൻഡേർഡ് റെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതുവരെ പറ്റത്തുള്ളൂ, അതിൽ കൂടുതൽ പറ്റത്തില്ല. ഒന്നെങ്കിൽ സ്റ്റാൻഡേർഡ് വരെ അല്ലെങ്കിൽ അതിൽ താഴെ. സ്റ്റാൻഡേർഡ് 100 ആണെന്ന് കരുതുക, എത്ര വരെ പറ്റത്തുള്ളൂ, അപ്പം 100 വരെ പറ്റത്തുള്ളൂ. സോ വിച്ച് എവർ ഈസ് ലെസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് തന്നെ വരും, സ്റ്റാൻഡേർഡ് റെന്റാ വരുന്നത് അല്ലേ. അപ്പം രണ്ടാമത്തെ കേസിൽ ഈ എക്സ്പെക്റ്റഡ് റെന്റ് അല്ലെങ്കിൽ ഫെയർ റെന്റൽ വാല്യൂ 1 അല്ലെങ്കിൽ റീസണബിൾ റെന്റ് എന്ന് പറയുന്നതുമായിട്ട് എന്തുമായിട്ട് കമ്പയർ ചെയ്യണം, സ്റ്റാൻഡേർഡ് റെന്റുമായിട്ട് കമ്പയർ ചെയ്യണം. വിച്ച് എവർ ഈസ് ലെസ് വിൽ ബി അവർ എക്സ്പെക്റ്റഡ് റെന്റ് അല്ലേ. പിന്നെ നമുക്ക് അതിന് എക്സ്പെക്റ്റഡ് റെന്റ് എന്ന് പറയാം, ഇല്ലെങ്കിൽ റീസണബിൾ റെന്റ് അല്ലെങ്കിൽ ഫെയർ റെന്റൽ വാല്യൂ 2. ഈ കേസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 100 വരും. യെസ് സാർ. അതും ആക്ച്വൽ റെന്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യണം. ആക്ച്വൽ റെന്റുമായിട്ട് കമ്പയർ ചെയ്യണം. ആക്ച്വൽ റെന്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വിച്ച് എവർ ഈസ് ഹയർ, ഏത് എമൗണ്ട് ആണോ ഹയർ അതിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, ഗ്രോസ് ആനുവൽ വാല്യൂ. ഇപ്പം ആക്ച്വൽ റെന്റ് 120 ആണെന്ന് കരുതുക. വിച്ച് എവർ ഈസ് ഹയർ, ഗ്രോസ് ആനുവൽ വാല്യൂ എത്രയായിരിക്കും, 120 ആയിരിക്കും. ഓക്കെ സാർ. പക്ഷെ ഇവിടെ രണ്ട് കാര്യങ്ങൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതുവരെ ഓക്കെ ഉള്ളത് ഓക്കെ, പക്ക, സെറ്റ്, ഡൺ. ഇവിടെ ഇനി രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. രണ്ട് സിറ്റുവേഷൻസ് ആണ് നമുക്കിവിടെ ഉണ്ടാകാവുന്നത്. ഒന്നെങ്കിൽ ആക്ച്വൽ റെന്റ് ഹയറും ഫെയർ റെന്റൽ വാല്യൂ 2 അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് റെന്റ് ചെറുതുമായിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ആക്ച്വൽ റെന്റ് ചെറുതും ഫെയർ റെന്റൽ വാല്യൂ 2 അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് റെന്റ് ഹയർ ആയിരിക്കും. രണ്ട് സിറ്റുവേഷൻസ് ഉണ്ടാവാം. അപ്പോൾ ആക്ച്വൽ റെന്റ് ആണ് ഹയർ എങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി എന്ത് എഴുതാം, ഗ്രോസ് ആനുവൽ വാല്യൂ ആക്ച്വൽ റെന്റ് തന്നെയാണെന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ആക്ച്വൽ റെന്റ് ആണ് ഹയർ എങ്കിൽ എക്സ്പെക്റ്റഡ് റെന്റിനെക്കാട്ടിൽ അല്ലെങ്കിൽ ഫെയർ റെന്റൽ വാല്യൂ 2-നെക്കാട്ടിൽ ആക്ച്വൽ റെന്റ് ആണ് ഹയർ എങ്കിൽ കണ്ണും പൂട്ടി നമുക്ക് എന്ത് എഴുതാം, ഗ്രോസ് ആനുവൽ വാല്യൂ എത്ര തന്നെയായിരിക്കും, ഈ കിട്ടിയ ആക്ച്വൽ റെന്റ് തന്നെ ആയിരിക്കും. ഓക്കെ സാർ. രണ്ടാമത് പക്ഷെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാം. ആക്ച്വൽ റെന്റ് എന്താണ്, ഫെയർ റെന്റൽ വാല്യൂ 2 അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് റെന്റ് അല്ലെങ്കിൽ റീസണബിൾ റെന്റ് എന്താണ്, ആക്ച്വൽ റെന്റിനെക്കാട്ടിൽ ഹയർ ആണ്. ആക്ച്വൽ റെന്റ് ചെറുതായി പോയി ഇല്ലേ, കുറഞ്ഞു പോയി. ഈ കുറവ് ഡ്യൂ ടു വേക്കൻസി ആണെങ്കിൽ നമുക്ക് ആക്ച്വൽ റെന്റിനെ തന്നെ എന്താക്കാം, ഗ്രോസ് ആനുവൽ വാല്യൂ ആക്കാം. കാരണം വേക്കൻസി കാരണം എന്താണ്, നമുക്ക് റേറ്റ് കുറച്ചാ കിട്ടിയത് ഇല്ലേ, റെന്റ് കുറച്ചേ കിട്ടിയുള്ളൂ. ആ എമൗണ്ടിനല്ലേ നമുക്ക് ടാക്സ് അടയ്ക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. അതുകൊണ്ട് എന്ത് പറയാം, വേക്കൻസി കൊണ്ടാണ് ആക്ച്വൽ റെന്റ് കുറഞ്ഞതെങ്കിൽ ആ ആക്ച്വൽ റെന്റിനെ തന്നെ നമുക്ക് എന്തെടുക്കാം,
ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് എടുക്കാം. ഓക്കെ സാർ. അല്ലെങ്കിലോ, വേക്കൻസി അല്ലെങ്കിലോ, ഇഫ് ദർ ഇസ് എനി അതർ റീസൺ, മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ, മറ്റെന്ത് കാരണമാവാം? ചിലപ്പോൾ അവർ വാടക തരുന്നില്ലായിരിക്കും, താമസിക്കുന്നുണ്ട്, വാടക തരുന്നില്ല, അതുകൊണ്ടാണ് എൻ്റെ ആക്ച്വൽ റെന്റ് കുറഞ്ഞു പോയത്. ഞാൻ എൻ്റെ ബിൽഡിംഗ് ഞാൻ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ടാക്സ് അടയ്ക്കാനായിട്ട് ഗവൺമെൻറ്റിൻ്റെ അടുക്കിലേക്ക് ചെന്നു. ഞാൻ ചെന്നിട്ട് ആദ്യത്തെ വർഷം ഞാൻ പറഞ്ഞു, സാറേ നമ്മളെ വാടകയ്ക്ക് കൊടുത്ത വീട്ടുകാരെ നമുക്ക് ഒരു മാസത്തെ വാടക തന്നിട്ടില്ല, അതുകൊണ്ട് ഒരു 10,000 രൂപ വെച്ചിട്ടാണ് മാസം വാടക, 1,10,000 ഉള്ളൂ, ഒരു മാസത്തെ വാടക നമുക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് അതില്ല എന്ന് പറഞ്ഞു. പക്ഷേ സാരമില്ല, നമുക്ക് ഇവിടെ എഴുതി വിടാവുന്നല്ലേ ഉള്ളൂ. അപ്പോൾ 1,10,000 രൂപയ്ക്ക് അദ്ദേഹം നമുക്ക് ടാക്സ് അടച്ചു. രണ്ടാമത്തെ വർഷം ചെന്നു, ഞാൻ പറഞ്ഞു, സാറേ 2 മാസത്തെ അവർ നമുക്ക് ഇതുവരെ റെന്റ് തന്നിട്ടില്ല എന്ന് പറഞ്ഞു. സാരമില്ല, കുഴപ്പമില്ല, നിങ്ങളത് ഇടയ്ക്ക് ചോദിച്ചേക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് 1,00,000 രൂപയ്ക്ക് നമുക്ക് ടാക്സ് ഒക്കെ ചെയ്തു. മൂന്നാമത്തെ വർഷം ഞാൻ ചെന്നു, സാറേ 3 മാസത്തിൽ നമുക്ക് തന്നിട്ടില്ല, ഈ പരിപാടി ഇവിടെ നടക്കത്തില്ല, ഈ പരിപാടി ഇവിടെ നടക്കുകയില്ല. എന്താണ്? ശരി, നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ടാക്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് റെന്റ് കിട്ടിയില്ല, സമ്മതിക്കുന്നു, പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരുന്നോ? അതാണ് ഇനി പറയേണ്ടത്. സോ അണ്ടർ റൂൾ 4 ഈ പറയുന്ന 4 കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? റെന്റ് കുറച്ചേ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ടാക്സിബിലിറ്റി കിട്ടത്തുള്ളൂ. ഈ 4 കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യണം. 1, ടെനൻസി ഈസ് ബോണഫൈഡ്, അല്ലേ? അതെന്തായിരിക്കണം? ലീഗൽ ആയിരിക്കണം. ഒരു ഓണർ ടെനന്റ് എന്നൊരു റിലേഷൻ അവിടെ ഉണ്ടായിരിക്കണം, അല്ലേ? അതെന്തായിരിക്കണം? ടെനൻസി ഈസ് ബോണഫൈഡ്, ഒന്നാമത്. 2, the defaulting tenant was vacated or steps have been taken to compel him to vacate the property. എന്താണ്? ഈ പറയുന്ന അല്ലെങ്കിൽ താമസിക്കുന്ന ആളെ ഞാൻ ഇറക്കി വിടാനുള്ള മുഴുവൻ വഴികളും ഞാൻ നോക്കിയിരുന്നു. ഇറങ്ങി പോകാൻ ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ ഇവിടെ ഇത് റെന്റ് തരാതെ ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട കാര്യമായിരുന്നു. മൂന്നാമത്, the defaulting tenant is not in occupation of any other property of the assessee. ഇല്ലേ? ഞാൻ പറഞ്ഞു എക്സ് എന്ന് പറയുന്ന ഒരാൾക്കാണ് ഞാൻ വീട് വാടകയ്ക്ക് കൊടുത്തത്, ഇല്ലേ? അദ്ദേഹത്തിന് ഞാൻ വേറെ 2 വീടും കൂടെ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ആ 2 വീടിന്റെയും റെന്റ് അദ്ദേഹം കൃത്യമായിട്ട് തരുന്നുണ്ട്. പക്ഷെ 3ാമത്തെ വീടിന്റെ വാടകയാണ് അദ്ദേഹം ഈ തരാത്തത്. ഗവൺമെന്റ് എന്താ പറഞ്ഞു? ബാക്കി 2 അടുത്ത് പിന്നെ എന്തത്തിന് താമസിപ്പിച്ചേക്കുവാണ്? ഇറക്കി വിട്ടേക്കാൻ പറഞ്ഞു. താമസിക്കാൻ പറ്റത്തില്ല. The defaulting tenant is not in occupation of any other property of the assessee. മൂന്നാമത് സാറ്റിസ്ഫൈ ചെയ്യേണ്ട കാര്യം. നാലാമത്, the assessee has taken all reasonable steps of instituting legal proceedings for the recovery of the unpaid rent or satisfy the assessing officer that legal proceedings would be useless. ഞാൻ എല്ലാ ലീഗലായിട്ടുള്ള വഴികളും നോക്കി. ഞാൻ അദ്ദേഹത്തിന്റെ കാല് പിടിച്ചു, കെഞ്ചി പറഞ്ഞു, സുഹൃത്തുക്കളെ കൊണ്ട് പറയിപ്പിച്ചു, പഞ്ചായത്ത് പ്രസിഡന്റിനെ കൊണ്ട് പറയിപ്പിച്ചു, പോലീസിനെ കൊണ്ട് പറയിപ്പിച്ചു, കോടതിയിൽ പോയി പരാതി കൊടുത്ത് കൊണ്ടുവന്ന് പേപ്പർ കൊടുത്തു, എല്ലാം നോക്കി. ഞാൻ അസസിംഗ് ഓഫീസറുടെ അടുത്ത് പോയി ഞാൻ ബോധ്യപ്പെടുത്തി, ഇങ്ങേരുടെ കയ്യിൽ നിന്ന് ഒരു കാലത്തും എനിക്ക് റെന്റ് കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ ഈ 4 കാര്യവും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ശരി, നിങ്ങൾക്ക് റെന്റ് കിട്ടുന്നില്ല, നിങ്ങൾ ഈ 4 കാര്യങ്ങൾ ചെയ്തായിരുന്നു? സാർ ഞാൻ ചെയ്തു. എങ്കിൽ ബാക്കിയുള്ള എമൗണ്ടിന് നിങ്ങൾ ടാക്സ് അടച്ചാൽ മതി, സാരമില്ല. നിങ്ങൾക്ക് റെന്റും തരുന്നില്ല, നിങ്ങൾ ചോദിക്കാനും പോയിട്ടില്ലെങ്കിൽ എന്താണ്? മുഴുവൻ റെന്റിന് എത്രയാകുമോ, ഒരു വർഷം എത്രയാകുമോ അതിന് മുഴുവൻ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടി വരും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആക്ച്വൽ റെന്റ് തന്നെ എന്ത് ചെയ്താൽ മതി? ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. യെസ് സാർ, നമ്മൾ പറഞ്ഞിരുന്നു ഗ്രോസ് ആനുവൽ വാല്യൂ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. ലെസ് മുനിസിപ്പൽ ടാക്സ് നമുക്ക് എന്ത് ചെയ്യാം? കുറയ്ക്കാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞു. മുനിസിപ്പൽ ടാക്സ് എന്താണ്? അപ്പൊ മുനിസിപ്പൽ ടാക്സ്, ഇറ്റ് ഈസ് എ ടാക്സ് ലെവീഡ് ബൈ ദി ലോക്കൽ അതോറിറ്റി. ഇല്ലേ? ഒരു ലോക്കൽ അതോറിറ്റി ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് ആണ് എന്തെന്ന് പറയുന്നത്?
മുനിസിപ്പൽ ടാക്സ് എന്ന് നമ്മൾ പറയുന്നത് കരം അടയ്ക്കുന്നത് പോലെയൊക്കെ മുനിസിപ്പൽ ടാക്സ്. ആൻഡ് ദ മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ദി ഓണർ can only be deducted from gross annual value. അപ്പോൾ ഈ ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്നും ആര് പേ ചെയ്യുന്ന മുനിസിപ്പൽ ടാക്സ് മാത്രമേ കുറയ്ക്കാൻ പറ്റത്തുള്ളൂ? ഓണർ പേ ചെയ്യുന്ന മുനിസിപ്പൽ ടാക്സ് മാത്രമേ കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ എക്സ് എന്ന് പറയുന്ന ഒരാൾക്ക് വീട് വാടകയ്ക്ക് കൊടുത്തു, ഇല്ല, എൻ്റെ ഹൗസ് പ്രോപ്പർട്ടിയാണ്, ഞാൻ വീട് വാടകയ്ക്ക് കൊടുത്തു എക്സിന്. ഞാൻ ആ വീടിന് കരം അടയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ആ വീടിന് മുനിസിപ്പൽ ടാക്സ് അടയ്ക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻകത്തിൽ നിന്നും, അല്ലേ, ഈ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എൻ്റെ ആണല്ലോ, അതിൽ നിന്നും എനിക്ക് എന്ത് ചെയ്യാം? എമൗണ്ട് കുറയ്ക്കാം. എൻ്റെ പോക്കറ്റിൽ നിന്നാണ് കാശ് പോകുന്നത്, അതെനിക്ക് കുറയ്ക്കാം. പക്ഷെ ഇത് ടെനന്റ് ആണ് പേ ചെയ്യുന്നത്, അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്ന ആളാണ് വീടിന്റെ കരം അടയ്ക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ മുനിസിപ്പൽ ടാക്സ് അടയ്ക്കുന്നതെങ്കിൽ എനിക്കത് ഡിഡക്ഷൻ കൊടുക്കാൻ പറ്റത്തില്ല. എനിക്കത് ഡിഡക്ട് ചെയ്യാനെ കൊണ്ട് ഒരു അനുവാദവും ഇല്ല. So municipal tax can be deducted only if the amount is paid by the owner itself. Yes sir, loud and clear. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം കൂടെ നമുക്കൊന്ന് ചെയ്തു നോക്കാം. വെരി വെൽ സർ. So question ഇതാണ്, Mr. X is the owner of 3 houses which are all let out and are not governed by the Rent Control Act. From the following particulars find out the gross annual value in each case. അപ്പോൾ നമുക്ക് എന്താണ് കാണേണ്ടത്? Computation of gross annual value. Okay sir. ഹൗസ് പ്രോപ്പർട്ടി നമ്പർ 1ന്റെ കേസ് നമുക്ക് നോക്കാം. നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? മുനിസിപ്പൽ വാല്യൂവും തന്നിട്ടുണ്ട്, ഫെയർ റെന്റൽ വാല്യൂവും തന്നിട്ടുണ്ട്. യെസ് സർ. മുനിസിപ്പൽ വാല്യൂ എത്രയാണ് തന്നിരിക്കുന്നത്? 30,000 ആൻഡ് ഫെയർ റെന്റൽ വാല്യൂ ഈസ് 36,000. സോ വി ഹാവ് ടു കമ്പയർ ദീസ് ടു ആൻഡ് whichever is higher will be termed as expected rent. യെസ് സർ, ഇല്ലേ? എക്സ്പെക്റ്റഡ് റെന്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും? വിച്ച് എവർ ഈസ് ഹയർ. ഇതിലേതാണ് ഹയർ എന്ന് പറയുന്നത്? 36,000. അടുത്തത് ആക്ച്വലി നമുക്ക് സ്റ്റാൻഡേർഡ് റെന്റുമായിട്ടായിരുന്നു കമ്പ്യൂട്ട് ചെയ്യേണ്ടത്, പക്ഷെ സ്റ്റാൻഡേർഡ് റെന്റ് നമുക്ക് തന്നിട്ടില്ല. എന്താണ് തന്നിട്ടുള്ളത്? ആക്ച്വൽ റെന്റ് ആണ് തന്നിട്ടുള്ളത്, അതർവൈസ് നോൺ ആസ് ഡിഫാക്ടോ റെന്റ്. ഡിഫാക്ടോ റെന്റ് അതുമായിട്ട് കമ്പയർ ചെയ്യുന്നു. എത്രയുണ്ട്? 32,000. So as we compare the expected rent with the actual rent, whichever is higher will be the gross annual value. Whichever is higher will be the gross annual value. The highest amount is 36,000. So the gross annual value will be 36,000. Yes sir. House property 2 same case നമ്മൾ നോക്കുക. മുനിസിപ്പൽ വാല്യൂ 20,000, ഫെയർ റെന്റൽ വാല്യൂ 24,000. whichever is higher will be expected rent. ഹയർ ഏതാണ്? 24,000. അതും ആക്ച്വൽ റെന്റുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ആക്ച്വൽ റെന്റ് എത്രയാണ്? 28,000. whichever is higher will be the gross annual value of that property, 28,000. yes sir. എളുപ്പമാണല്ലോ സർ. ഹൗസ് പ്രോപ്പർട്ടി നമ്പർ 3. മുനിസിപ്പൽ വാല്യൂ 35,000. fair rental value 32,000. expected rent will be the amount whichever is higher, that is 35,000. and it is again compared with the actual rent, that is 30,000. so whichever is higher will be the gross annual value. So 35,000 will be gross annual
value. Yes, sir. രണ്ടാമത്തെ ഈ ഒരു ചോദ്യം കൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. So Mr. X is the owner of 4 houses which are all let out and are covered by the Rent Control Act. From the following particulars, find out the gross annual value in each case, giving reasons for your answer. 4 കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. So we have to compare each one of them. So house property number 1 നോക്കുക. മുനിസിപ്പൽ വാല്യൂ തന്നിട്ടുണ്ട്, ഫെയർ റെന്റൽ വാല്യൂ തന്നിട്ടുണ്ട്. മുനിസിപ്പൽ വാല്യൂ 30,000, ഫെയർ റെന്റൽ വാല്യൂ 36,000. ഇതിൽ വിച്ച് എവർ ഈസ് ഹയർ, ഹയസ്റ്റ് എമൗണ്ട് ഏതാണോ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? എക്സ്പെക്റ്റഡ് റെന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ റീസണബിൾ റെന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഫെയർ റെന്റൽ വാല്യൂ 1 എന്ന് പറയാം. ഏതാണ്? 36,000 ആണ് സർ. അതും സ്റ്റാൻഡേർഡ് റെന്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് റെന്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നു. ദാറ്റ് ഈസ് 30,000. ദാറ്റ് ഈസ് 30,000. അവിടെ നമുക്കറിയാം സ്റ്റാൻഡേർഡ് റെന്റിനെക്കാട്ടിൽ ഒരിക്കലും ആ റെന്റ് കൂടാൻ പറ്റത്തില്ല. നമ്മൾ സ്കൂളിൽ എക്സാം എഴുതി കഴിയുമ്പോൾ നമുക്ക് 100-ലാണ് മാർക്ക്. 100-ൽ 110 കിട്ടി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. 100 വരെ കിട്ടത്തുള്ളൂ, അതിനപ്പുറത്തോട്ട് കിട്ടത്തില്ല. അതേപോലെ സ്റ്റാൻഡേർഡ് റെന്റ് 30,000 വരെ പറ്റൂ, അതിൽ കൂടുതൽ പറ്റത്തില്ല എന്നാണ് നമ്മൾ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. അപ്പൊ വിച്ച് എവർ ഈസ് ലെസ്, വിച്ച് എവർ ഈസ് ലെസ് ഏതാണ്? 30,000. എക്സ്പെക്റ്റഡ് റെന്റ് അപ്പോൾ എത്ര വരും? 30,000. And again it is compared with the actual rent or de facto rent, that is 40,000. And whichever is higher will be the gross annual value, that is 40,000. Yes sir. House property number 2. മുനിസിപ്പൽ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 26,000. ഫെയർ റെന്റൽ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 28,000 സർ. വിച്ച് എവർ ഈസ് ഹയർ, അതിനെ നമുക്ക് എന്തെന്ന് പറയാം? എക്സ്പെക്റ്റഡ് റെന്റ് എന്ന് പറയാം. ഹയർ ഏതാണ്? 28,000. യെസ് സർ. അതും സ്റ്റാൻഡേർഡ് റെന്റുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ദാറ്റ് ഈസ് 35,000. വിച്ച് എവർ ഈസ് ലെസ്, 35,000 രൂപ വരെ മേടിക്കാം കേട്ടോ. അവരുടെ എക്സ്പെക്റ്റഡ് എത്ര ആയിട്ടുള്ളൂ? 28 ആയിട്ടുള്ളൂ. ഓക്കെ, 28-നെ നമുക്ക് എന്തായിട്ട് എടുക്കാം? വിച്ച് എവർ ഈസ് ലെസ് എന്താക്കി എടുക്കാം? എക്സ്പെക്റ്റഡ് റെന്റ്, ദാറ്റ് ഈസ് 28,000. ആൻഡ് ഇറ്റ് ഈസ് കമ്പയർഡ് വിത്ത് ദി ആക്ച്വൽ റെന്റ്, ദാറ്റ് ഈസ് 30,000. നമ്മൾ എക്സ്പെക്റ്റഡ് റെന്റ് 28 ഉണ്ടായിരുന്നു, പക്ഷെ ആക്ച്വലി എനിക്ക് എത്ര കിട്ടി? 30,000 രൂപയും കിട്ടി അല്ലേ? അപ്പം വിച്ച് എവർ ഈസ് ഹയർ, ഏതാണ് ഹയർ എമൗണ്ട് എന്ന് പറയുന്നത്? 30,000. The gross annual value will be 30,000. Yes sir, loud and clear. House property number 3. Municipal value 35,000 ആണ് സർ. ഫെയർ റെന്റൽ വാല്യൂ 30,000. whichever is higher, that is 35,000. Yes sir. And it is compared with the standard rent. It is compared with the standard rent, that is 36,000. Expected rent will be whichever is less, that is 35,000. And it is compared with again actual rent, that is 32,000. So whichever is higher, that is gross annual value will be 35,000.
Yes, sir. Now house property number 4. As we know, municipal value is 30,000. Fair rental value is 36,000, and whichever is higher will be our expected rent, that is 36,000. And it is compared with standard rent, that is 40,000, and whichever is less will be our expected rent, that is 36,000. Yes, sir. And it is compared with the actual rent, that is 32,000, and whichever is higher will be our gross annual value, that is 36,000. ഹയർ ലെസ് ഹയർ ഓർത്ത് വെച്ചുകൊള്ളുക അല്ലേ. യേശു ക്രിസ്തുവിൻ്റെ രണ്ട് സൈഡിൽ രണ്ട് കള്ളന്മാരെ പോലെ അങ്ങ് ഓർത്താൽ മതി. നടുക്കിരിക്കുന്ന ആൾ മാത്രം എൽ, രണ്ട് സൈഡിലും എച്ച്. ഹയർ ലെസ് ഹയർ. ക്ലിയർ ആണോ? യെസ് സർ. ലൗഡ് ആൻഡ് ക്ലിയർ? യെസ് സർ. സോ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ തീർത്തത് ഫോർമാറ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു, പ്രോപ്പർട്ടി എന്താണെന്ന് പഠിച്ചു, അതേപോലെ തന്നെ ആനുവൽ വാല്യൂവിൽ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ ഇൻകം കാണുന്നതെന്ന് നമ്മൾ പഠിച്ചു. ആരാണ് ഓണർ എന്ന് നമ്മൾ പഠിച്ചു. ഡീംഡ് ഓണർ ആരാണെന്ന് നമ്മൾ പഠിച്ചു. ആനുവൽ വാല്യൂ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത് ഇൻ കേസ് ഓഫ് ലെറ്റ് ഔട്ട് ഹൗസ് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. ആൻഡ് ഫോർ ഫാക്ടേഴ്സ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ആനുവൽ വാല്യൂ കാണാൻ നമ്മൾ പഠിച്ചു, അല്ലെ, ഗ്രോസ് ആനുവൽ വാല്യൂ കാണാൻ നമ്മൾ പഠിച്ചു. അതിൻ്റെ പല സിറ്റുവേഷൻസ് ആയിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. അതിൻ്റെ പല കണ്ടീഷനുകൾ ഉണ്ടായിരുന്നു. ആക്ച്വൽ റെന്റ് എന്ന് പറയുന്നത് ഫെയർ റെന്റൽ വാല്യൂ 2 അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് റെന്റിനെക്കാട്ടിൽ കുറവാണെങ്കിൽ ഈ പറയുന്ന 4 കാര്യങ്ങൾ അക്കോർഡിംഗ് ടു റൂൾ 4 പ്രകാരം നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ എമൗണ്ടിനെ കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചായിരുന്നു. മുനിസിപ്പൽ ടാക്സിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് എ ടാക്സ് levied by the local authority, and the tax paid by the owner can only be deducted from the gross annual value. ഇല്ലേ, ഓണർ പേ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്കത് ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ എന്നും നമ്മൾ പഠിച്ചായിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ടുള്ള 2 പ്രോബ്ലവും നമ്മൾ ചെയ്തു. ഓക്കെ സർ. ഫസ്റ്റ് പോർഷനിൽ നമുക്ക് ഇതുകൊണ്ട് നമുക്ക് നിർത്താം. തുടരെ 2-3 ക്ലാസ്സുകൾ കാണും. അതിൽ നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി മുഴുവനായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ആൻഡ് സീ യു ഇൻ നെക്സ്റ്റ് സെഷൻ. താങ്ക് യു.